ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈൻഡ് ഹാർട്ട് പ്രോസീസിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ലാസ്റ്റ് എപ്പിസോഡിൽ എപ്പിസോഡല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡ് പോയി. ഇത് ബാക്കപ്പ് ആണ്. ഇന്ന് മൈൻഡ് ചെയ്ത് ഡയമണ്ട് ആവാൻ ടൂൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ക്രോപ്പ് ഫാം ഉണ്ടാകാം. ക്രോപ്പ് ഫാമില് ഞാൻ പൊട്ടാറ്റോ ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ട്രേഡും ചെയ്യാം, ഒരു ഫുഡും പോകും. യെസ്. അപ്പൊ എന്തായാലും വീഡിയോ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫാമിൽ കുറെ അയണൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ബട്ട് ട്രേഡ് ചെയ്യാൻ വില്ലേജസിനെ സെറ്റ് ആക്കിയിട്ടില്ല. നമുക്ക് ചെയ്യാം guys. അടുത്ത ചെയ്യാം. ഓക്കെ, പിന്നെ എന്തായാലും നമ്മുടെ ഫാം ബിൽഡ് ചെയ്യാനുള്ള ഐറ്റംസ് കിട്ടാം. കുറച്ച് ബ്ലോക്ക്, വലിയ ഐറ്റംസ് ഒന്നും വേണ്ടേ. പിന്നെ റെയിൽ കുറച്ചെടുക്കാം. പവർ റെയിൽ വേണം. കുറച്ച് നോട്ടെ. പിന്നെ ഒരു വർക്ക് സ്റ്റേഷൻ, ഒരു ഫ്ലച്ചിങ് ടേബിളും, പിന്നെ ഒരു കമ്പോസ്റ്ററും, പിന്നെ ഒരു ട്രാപ്പ് ഡോറ്, ഒരു 3, 4, 5, 6 ജസ്റ്റ് ഇരിക്കട്ടെ. ഇനി കുറച്ച് എടുക്കുക. ഒരു 3 ഹോപ്പറാണ് ഗൈസ്. 3 ഹോപ്പർ, 3 അല്ല 4 ഹോപ്പറാണ്. ഒരു മൈൻ കാറ്റ് തോപ്പ് ഉണ്ടാകും. ഒരു മൈൻ കാറ്റ് ഹോപ്പർ. ഓക്കെ, ഇത്രയുള്ള സാധനമുള്ളൂ. പിന്നെ 2 വില്ലേജ് കണ്ടോ? നൈറ്റ് ആണോ? അല്ല, പിന്നെ 2 വില്ലേജ് ഉണ്ട് മതി. അത് നമുക്ക് കൊണ്ടുപോകാം. ബ്രീഡറിൽ ഉണ്ടാവേണ്ടതാണ്. ഇതിപ്പോ അവിടെ നൈറ്റ് ആയാ കണ്ടിട്ട് തോന്നണം നൈറ്റ് ആയി. വന്നല്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി. എപ്പോ ഏതൊക്കെയാലും ഇവിടെ മൊത്തം സോംബി ആയിരിക്കും. ഇതേപോലെയാണ് അയൺ ഫാമിലും. ഫാമിന്റെ അടിയിൽ ഒരു ലോഡ് സോംബി വന്നിട്ടുണ്ടാവും. നൈറ്റ് ആയി കേട്ടാണ് ഉറങ്ങാം. എനിക്ക് നല്ല വെളിച്ചം കാണുന്നുണ്ട്. ഞാൻ വെച്ചാൽ നൈറ്റ് ആയില്ലാന്ന്. ഓ, അയൺമാനാ. ഓ, എന്ത് ഇല്ലത്? ഞാൻ വളഞ്ഞു പോയിട്ടാവും അടിച്ച്. പൊട്ടറ്റ് എടുക്കാൻ പോയി. പൊട്ടറ്റ് ഫാം ഉണ്ടാക്കിയിട്ട് പൊട്ടറ്റ് എടുത്തിട്ടില്ല. ഓ, ഉമ്മാരെ കൊണ്ട് വലിയ കഷ്ടായില്ലോ. ഇതേ ഒരുത്തം നിക്കണം അവിടെ വെള്ളത്തിൽ. അവിടെ കട്ടെ ഡിസ്പ്ലേ പോലും. ഞാൻ എന്തിനാണല്ലേ ബോണ് വേണം. പൊട്ടാറ്റോ ഇല്ല എൻ്റെ ഒരു. ഓക്കേ, അപ്പൊ ക്യാരറ്റ്. ക്യാരറ്റിനൊക്കെയാവും. ക്യാരറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റും. ക്യാരറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റും. ക്യാരറ്റെങ്കിൽ ക്യാരറ്റ്. ഇത് അയൺ ഫാമിന്റെ അടുത്തുണ്ടാക്കാം. അതാകുമ്പോ ഒറ്റ ഷേക്കാവുന്നതായിരുന്നു. രണ്ടും ഒരുമിച്ച് വർക്ക് ആയിക്കോളും. അല്ലെ പിന്നെ രണ്ട് സ്ഥലത്ത് വേരിക്കേണ്ടി വരും. കുറെ ടൈം എടുക്കും. അവിടെ അടുത്തുണ്ടാക്കും. എന്നുവെച്ചാൽ അധികം അടുത്തുണ്ടാക്കിയാൽ അയൺ ഫാം ബ്രേക്ക് ആവുമെന്നൊക്കെ അറിയില്ല. കാരണം 2 വില്ലേജിനെ വെച്ചിട്ടുള്ള പരിപാടിയാണല്ലോ. ഇവന്മാര് പണ്ടേ തലവേദനയായോണ്ട് റിസ്ക് എടുക്കണ്ട. അയൺ ഫാം പിന്നെ AFK നിന്നാ മതി. എന്ത് ചെയ്യും? കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയാ അവിടെ വീടത് മൊത്തം പ്രശ്നമാണല്ലോ. ഇവിടെ അങ്ങനെ വെച്ചാലോ? ഇവിടെ വെക്കാം ഗൈസ്. ഇത് വല്ലാണ്ട് ദൂരമല്ല, വല്ലാണ്ട് അടുത്തുമല്ല. ഞാൻ വീണ്ടും മറന്നു. എടുത്തിട്ടില്ല. അവരെ ക്രാഫ്റ്റ് ചെയ്യാം. ശരിയില്ല. ഓക്കെ, ഞാൻ ഇവിടെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. പുല്ലൊക്കെ ഇട്ട് വേണം. വെള്ളം വെച്ചപ്പോരെ. ഓക്കെ, ഇനി നമുക്കൊരു ഫാം ലാൻഡ് സെറ്റ് ചെയ്യണം. ഫാം ലാൻഡ് പ്രത്യേകിച്ച് മാറ്റമില്ല. സാധാരണ 4 ബ്ലോക്ക് വെച്ച് എല്ലാ സൈഡിലും ഇറച്ചാണോ? ഞാൻ നോക്കിയിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഓക്കെ, നമുക്ക് ക്യാരറ്റ് ഇപ്പഴേ നട്ട് വെച്ചേക്കാം. ആകുമ്പോ പതുക്കെ വളരട്ടെ. ഇനി അതിന് ചുറ്റും 2 ബ്ലോക്ക് ഹൈറ്റില് 2 3 ബ്ലോക്ക് ഹൈറ്റിൽ വെക്കേ. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഇനി കണക്ഷനിൽ നമുക്ക് ഇങ്ങോട്ട് വെക്കാം.
ഇവിടെ നിന്ന് അടുക്കല്ലേ? അതെ, അടുത്ത 2 ബ്ലോക്ക് എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു വില്ലേജിനെ വെക്കാനുള്ള വില്ലേജൊക്കെ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് ഒഴിക്കുക. അങ്ങനെ 2 ബ്ലോക്ക് ഒഴിക്കുക. പുറത്തിറങ്ങിയിട്ട് 2 ചെസ്റ്റ് ഇവിടെ വയ്ക്കുക. എന്നിട്ട് പോപ്പർ എടുക്കുക. പോപ്പറിന്റെ അകത്ത് വയ്ക്കണം. 1 2 3 പോപ്പർ വയ്ക്കുക. ഒരു റെയിൽ എടുക്കുക, ഇവിടെ വയ്ക്കുക. മൈൻകാർട്ട് പോപ്പർ ഇത് ഇവിടെ വയ്ക്കുക. എന്നിട്ട് റെയില് അയ്യോ അത് പോയി. ആ റെയില് കറക്റ്റ് പൊട്ടിക്കാൻ പറ്റിയ നല്ലതായിരുന്നു. വേണ്ട, ആ റെയിലായിട്ട് നോട്ടെ. അത് നീങ്ങില്ല എന്ന് പ്രതീക്ഷിക്കാം. ഈ റെയില് സൈഡിലേക്ക് വെക്കാൻ പറ്റില്ലേ ഇങ്ങനെ? ആയിരിക്കണല്ലോ ചേട്ടാ. ഞാൻ ചിലപ്പോ ഇങ്ങനെ നീങ്ങി പോയത് ആണ്. പക്ഷെ വില്ലേജിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഓ, അത് വീണ്ടും പോയാ. ആ എളുപ്പം. വില്ലേജറിനെ നിർത്തി കഴിഞ്ഞാൽ അതങ്ങ് പോവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ബ്ലോക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ഇനി ഒരു കമ്പോസ്റ്റർ എടുത്തിട്ട് ഇവിടെ വെക്കാം. അതിന്റെ മുകളിൽ ഒരു ബ്ലോക്ക് വെച്ചേക്കാം. ഓ, ഏയ് ഏയ് ആ ഇനി ഇവിടെ അല്ലല്ലോ. വില്ലേജറിനെ ഇടോ, എന്നിട്ട് അടയ്ക്കാം. ഇവിടെ ഒരു ഫ്ലക്സിനെ ഇവിടെ വെച്ചാ പണി ചെയ്യും. ഇനി വില്ലേജറിനോട് ഇട്ടാ ഡേയ്സ്. നമുക്ക് റെയിൽ ഇവിടെ നിന്ന് ഇടാം. ഓക്കെ, അങ്ങനെ ഞാൻ വില്ലേജിനെ എത്തിച്ചിട്ടുണ്ട്. അവൻ ഇപ്പോഴും മറ്റേ അയൺ ഫാമിന്റെ അവിടത്തെ ലിങ്ക് അയക്കണം. അതിന് പണി കിട്ടുമോ അറിയില്ലേ? നോക്കണം. പാമ്പ് ഇത്ര ഉള്ളൂ. പാമ്പുണ്ടത് കഴിഞ്ഞു. നമുക്ക് ക്രോപ്പ് ഒന്ന് ബോൺമിൽ ചെയ്ത് കുറച്ചധികം ആക്കി വെക്കാം. കുറച്ച് ബോൺമിൽ സെറ്റ് ആക്കാം. ബോൺമിൽ ഫാം ഉണ്ടാക്കാം. അടുത്ത എപ്പിസോഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് കുറച്ച് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കിയിട്ട് പേപ്പർ ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്, പേപ്പർ ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് അടുത്ത എപ്പിസോഡിൽ ചെയ്യാൻ. ഇനിയിപ്പോ എന്തായാലും ഇവനെ ഇറക്കി വിടാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഫാം ഇത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് കേക്കട്ടെ. സെറ്റ് ആവുന്ന പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഇറ്റ്സ് മൈ കേസ് സൈനിങ് ഔട്ട്.